നമസ്കാരം. നമ്മുടെ എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ കോഴ്സിൽ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു ലാബിനെ ബോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്നു. സോ ആ ബോട്ട്സിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് ആണുള്ളതെന്ന് നമുക്ക് ഇന്നൊന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് ഈ ലാബിനെ ബോട്ട്സിൽ എന്തൊക്കെ കമ്പോണൻസ് ഉള്ളതെന്നൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ കോഴ്സിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കുറച്ചധികം മൈക്രോ കൺട്രോളർ ബേസ്ഡ് ഡെവലപ്മെൻറ്റ് ബോർഡ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമിംഗ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു ആർഡിനോയിനകത്ത് കുറച്ച് ഡ്രൈവർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബെയർ മെറ്റൽ പ്രോഗ്രാമിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അത് ചെയ്യാനായിട്ട് നമുക്കൊരു ആർഡിനോ യുനോ എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ് ബോർഡുണ്ട്. ഇതിൽ ബേസിക്കലി നമ്മൾ എന്താ പറയുക, ഈ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന സാധനങ്ങളോ അങ്ങനെ വെച്ചിട്ടല്ല ചെയ്യുന്നത്. ബെയർ മെറ്റലി കോഡ് എഴുതിയിട്ട് ഒരു 8-ബിറ്റ് മൈക്രോ കൺട്രോളറിൽ എങ്ങനെ ഒരു കോഡ് എഴുതണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ്, ഒരു 8-ബിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡെവലപ്മെൻറ്റ് ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫർദർ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു ആം ബേസ്ഡ് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡെവലപ്മെൻറ്റ് ബോർഡ് ഉണ്ട്. അതാണ് ഈ കാണുന്ന ന്യൂക്ലിയോ ബോർഡ്. STM32 ബേസ്ഡ് കൺട്രോളറാണ് ഇതിനകത്തുള്ള. STM32 ന്യൂക്ലിയോ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ F4 സീരീസിൽ വരുന്ന കോർട്ടക്സ് M4 വരുന്ന ഒരു ബോർഡാണ്. ഒരു വൈറ്റ് കളറിലൊരു ബോർഡാണ്. ഇതിന് കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇതൊരു ആം ബേസ്ഡ് കൺട്രോളറാണ്. ഇതിനകത്ത് ആർഡിനോ കോമ്പാക്റ്റബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇത് തന്നെയായിരിക്കും നമ്മുടെ ആർട്ടോസ് ഒക്കെ വരുന്ന സമയത്ത് പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്തും ഒരു 32-ബിറ്റ് മൈക്രോ കൺട്രോളറിൽ എങ്ങനെ കോഡ് എഴുതണം, ഡ്രൈവർ ഡെവലപ്പ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ബോർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് വരുന്ന അടുത്തൊരു ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഈ കാണുന്ന ഒരു ചെറിയൊരു ഡെവലപ്മെൻറ്റ് ബോർഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ കിറ്റിനകത്ത് കാണാൻ പറ്റും. അതിലൊരു ESP32 എന്ന് എഴുതിയിട്ട് ഒരു ചിപ്പുള്ളൊരു ഡെവലപ്മെൻറ്റ് ബോർഡ് കാണാൻ പറ്റും. ബേസിക്കലി ഇതാണ് നമ്മുടെ IoT മൊഡ്യൂളിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സെൻസറിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് അതെങ്ങനെ ഒരു സെർവറിലോട്ട് ഇടാം, വയർലെസ് ആയിട്ട് എങ്ങനെ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാം, ഓവർ ദ വൈഫൈ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഒരു ഡാഷ്ബോർഡിനകത്തോട്ട് ഡാറ്റാസ് എങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സ്മാർട്ട് സ്വിച്ചസ്, അതേപോലെ തന്നെ സ്മാർട്ട് ബൾബ്, അതൊക്കെ നിങ്ങൾ പൊളിച്ചു നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ നടുക്കായിട്ടൊരു വലിയൊരു സ്റ്റീൽ കളറിലൊരു ചിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ചിപ്പായിരിക്കും അതിനകത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ESP32 എന്നാണ് അതിൻ്റെ പേര്. ബേസിക്കലി നമ്മുടെ വൈഫൈ റിലേറ്റഡ്, അതായത് IoT റിലേറ്റഡ് കണക്ടിവിറ്റി അങ്ങനത്തെ ഒക്കെ പ്രൊജക്ട്സിനകത്തൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൈക്രോ കൺട്രോളർ ബേസ്ഡ് ബോർഡാണിത്. ഇനി അതിനകത്ത് തന്നെ നമുക്കതിൻ്റെ വയറുകൾ വരുന്നുണ്ട്, കണക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ആർഡിനോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ PC ആയിട്ട് കണക്ട് ചെയ്യാൻ, ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കേബിളാണ്. നോഡ് MCU കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കേബിൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ STM32 നമ്മുടെ ന്യൂക്ലിയോ ബോർഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മോട്ടോഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. 2 DC മോട്ടറുണ്ട്. ഇതിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോളറുണ്ട്. ഒരു L293D എന്ന് പറയുന്ന ചിപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കൺട്രോളറുണ്ട്. ബേസിക്കലി ഇതൊരു മോട്ടോർ ഡ്രൈവറാണ്. ഇത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോട്ടോർ ഡ്രൈവറാണ്. അത് രണ്ടും വരുന്നുണ്ട്. അതിന് പുറമെ ഒരു സെർവോ മോട്ടറും വരുന്നുണ്ട്. ബേസിക്കലി നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിലൊക്കെ കൺട്രോൾ ചെയ്യാനും, നമ്മൾ ആക്ച്വലി എന്താ പറയുക, നമുക്ക് കോഡ് എഴുതിയിട്ട് തന്നെ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാനും അങ്ങനത്തതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺട്രോളറാണത്. ഒരു മോട്ടറാണത്. സെർവോ മോട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന കുറച്ച് ഡിസ്പ്ലേസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേ ഉണ്ട്. അതേപോലെ തന്നെ 2 ഡിസ്പ്ലേസ് വരുന്നുണ്ട്. 2 ഡിസ്പ്ലേസിൽ ഒന്നൊരു OLED ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരെണ്ണം വരുന്നത് ഒരു LCD ഡിസ്പ്ലേ ആണ്. ഒരു 16:2 ഒരു LCD ഡിസ്പ്ലേയും വരുന്നുണ്ട്. പിന്നെ കുറച്ച് ജനറിക് പർപ്പസ് കമ്പോണൻസ് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് LEDസും അതേപോലെ തന്നെ കുറച്ച് റെസിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഒരു പുഷ് ബട്ടൺ ഉണ്ട്. നമ്മുടെ GPIO കൺട്രോളിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ലൈക്ക് അത് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ, ഒരു LED, റെസിസ്റ്റേഴ്സ്, പുഷ് ബട്ടൺ, അങ്ങനെ ഒരു പാക്കറ്റ് ഉണ്ട്. പിന്നെ അതിനകത്ത് വരുന്നത് ഒരു RTCയുടെ മൊഡ്യൂളുണ്ട്. അതായത് റിയൽ ടൈം ക്ലോക്ക്, അതിൻ്റെ ഒരു മൊഡ്യൂളുണ്ട്. അതേപോലെ തന്നെ അതിലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററി ഉണ്ട്. ഒരു ലിഥിയം ബാറ്ററി സെല്ലും ഉണ്ട്. ഈ RTCക്കകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് സെൻസേഴ്സ് വരുന്നുണ്ട്. ഒരു BMP സെൻസറും ഒരു LM35 എന്ന് പറയുന്ന സെൻസറും ഉള്ളത്. ബേസിക്കലി LM35 നമ്മുടെ ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഇതിനകത്ത് തന്നെ അനലോഗ് റീഡിങ്സ് എങ്ങനെ എടുക്കണം, അതിനെങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. BMP ബേസിക്കലി നമ്മുടെ ബാരോമെട്രിക് പ്രഷർ
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിനകത്ത് GPIO കൺട്രോൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇപ്പോൾ പുഷ് ബട്ടൺ, LED അങ്ങനത്തെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അനലോഗ് ഡാറ്റ എങ്ങനെ എടുക്കണം. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിജിറ്റലായിട്ട് ഡാറ്റ കൊടുക്കാം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സെക്കൻഡ് നേരത്തിന് ഒരു GPIO പിൻ ഹൈ ആവണം, ലോ ആവണം, അങ്ങനെ ഉള്ള ഡാറ്റാസ് കൊടുത്തിട്ട് ഒരു LED യൂസ് ചെയ്തിട്ടുള്ള യൂസ് കേസസ് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ അനലോഗ് ആയിട്ടുള്ള ഡാറ്റാസ് എങ്ങനെ എടുക്കണം, നമ്മുടെ ടെമ്പറേച്ചർ സെൻസിൽ നിന്ന് അനലോഗ് ആയിട്ടുള്ള ഡാറ്റാസ് എങ്ങനെ എടുക്കണം, അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ കുറേ പ്രോട്ടോകോൾസ് ഉണ്ട് നമുക്ക്, I2C, അതേപോലെ തന്നെ SPI, UART എന്നൊക്കെ പറഞ്ഞിട്ട് ഡാറ്റ ട്രാൻസ്മിഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന സെൻസേഴ്സാണ് ഇതെല്ലാം. ഇപ്പോൾ BMP നമുക്ക് I2C യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ SPI വെച്ചിട്ട് ചെയ്യാം. UART ത്രൂ ലൈക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് എങ്ങനെ ഡാറ്റാസ് മൈക്രോ കൺട്രോളറിലോട്ട് സെൻഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ മൾട്ടിപ്പിൾ പ്രോട്ടോകോൾസ് പരിചയപ്പെടുത്താനും അതിലുള്ള യൂസ് കേസസുകൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് സെൻസേഴ്സ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് I2Cയിൽ വർക്ക് ചെയ്യുന്നൊരു സെൻസർ, SPIയിൽ വർക്ക് ചെയ്യുന്നൊരു സെൻസർ, അങ്ങനെ ഡിഫറെൻറ്റ് സെൻസേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ OLED നോക്കുകയാണെങ്കിൽ അത് ബേസിക്കലി I2Cയിൽ വർക്ക് ചെയ്യുന്ന ഒരു OLED ആണ്. പിന്നെ അതിനകത്ത് വരുന്നത് നമുക്ക് കുറച്ച് ജമ്പർ വയേഴ്സ് വരുന്നുണ്ട്. ജമ്പർ വയേഴ്സ് പല ടൈപ്പ് ഓഫ് ജമ്പർ വയേഴ്സ് വരുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് എൻ കണക്ടേഴ്സ് വരുന്ന ടൈപ്പ് ജമ്പർ വയേഴ്സ് വരുന്നുണ്ട്. പോയിൻറ്റഡ് ആയിട്ടുള്ളതും ഹോൾഡ് ആയിട്ടുള്ളതും ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ബ്രെഡ് ബോർഡ് ഉണ്ട്. അപ്പോൾ ഈ ബ്രെഡ് ബോർഡിലായിരിക്കും നമ്മൾ ബേസിക്കലി ഇപ്പോൾ നമുക്കൊരു സെൻസർ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് ബോർഡ് എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഇതാണ് ഒരു ബ്രെഡ് ബോർഡ്. ഇപ്പോൾ ഈ ബ്രെഡ് ബോർഡിൽ ബേസിക്കലി നമുക്ക് ഈ ജമ്പർ വയേഴ്സൊക്കെ എങ്ങനെ കണക്ട് ചെയ്യണം, സെൻസേഴ്സ് വെച്ചിട്ട് അതിനകത്തുനിന്ന് കണക്ഷൻസ് എങ്ങനെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഡെവലപ്മെൻറ്റ് ബോർഡ്സിലോട്ട് എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കമ്പോണൻസും ഇതിനകത്തുണ്ട്. വയേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട്, ആവശ്യത്തിലധികം വയേഴ്സ് ഉണ്ട്. പിന്നെ ഒരു പവർ സപ്ലൈ, ഒരു അഡാപ്റ്റർ, ഒരു DC അഡാപ്റ്റർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് മോട്ടോ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പവർ കൊടുക്കണമെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു 12 വോൾട്ടിൻ്റെ ഒരു 12 വോൾട്ട് ഔട്ട്പുട്ട് വരുന്ന ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ നമുക്കുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ലാബിൻ്റെ ബോക്സിനകത്ത് വരുന്നത്. ഓൾമോസ്റ്റ് ഇത് വെച്ചിട്ട് നമ്മുടെ പോർഷൻസ് എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ മോഡ്യൂൾസും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IoT, നമ്മുടെ ഫേംവെയർ ഡെവലപ്മെൻറ്റ്, നമ്മുടെ RTOS റിലേറ്റഡ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് നമ്മുടെ ഇതിനകത്തുള്ള കവർ ചെയ്യുന്ന ഓൾമോസ്റ്റ് പ്രോട്ടോകോൾസ് കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ സെൻസേഴ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പ്രോട്ടോകോൾസൊക്കെ യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു സെൻസർ, അതായത് ഈ സെയിം പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേറൊരു സെൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി അതിനകത്തോട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും വൺസ് നിങ്ങൾ ഇതിനകത്ത് ഫെമിലിയറൈസ് ആയി കഴിഞ്ഞാൽ. സോ ഇതൊക്കെയാണ് ഉള്ളത്. സോ ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും. സോ ആ സമയത്ത് നമുക്കിതിനകത്ത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം, കൂടുതൽ പ്രൊജക്റ്റുകൾ ചെയ്യാം, കുറച്ചധികം വർക്കുകൾ നമുക്കിതിനകത്ത് ഒരുമിച്ച് ചെയ്യാം. താങ്ക് യു.